കഴിഞ്ഞ 4 പതിറ്റാണ്ടായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ജോലി ചെയ്തിരുന്ന ശ്രീ അജിത് അവർകൾ ഇന്ന് സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. പക്ഷേ ഈ വിരമിക്കലിന് ഒരു പ്രത്യേകതയുണ്ട്. 2 പതിറ്റാണ്ടുകളായി നമ്മുടെ രാജ്യത്തെ ശുചീകരണ ജോലികൾ പൂർണ്ണമായും റോബോട്ടുകൾ ഏറ്റെടുത്തുവെങ്കിലും അവർക്കിടയിൽ നിലവിൽ ജോലി ചെയ്യുന്ന ഏക മനുഷ്യൻ കൂടിയാണ് ശ്രീ അജിത്ത്. ഒരു പക്ഷേ അവസാനത്തേതും. ശ്രീ അജിത്തിന്റെ ദീർഘ സർവീസ് കാലഘട്ടത്തിലെ ഓർമ്മകളും അനുഭവങ്ങളും നമുക്ക് ശ്രീ അജിത്തിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം, ഞാൻ അജിത്ത്. എനിക്ക് ആദ്യം തന്നെ പറയുവാനുള്ളത് നമ്മുടെ രാജ്യത്തിനും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനും വന്ന മാറ്റങ്ങളാണ്. അതിൽ പ്രധാനം ശുചീകരണ പ്രവർത്തനങ്ങളിൽ റോബോട്ടുകളുടെ കടന്നുവരവാണ്. പണ്ടത്തെ പോലെ ആരിലും ഈഗോ ഇല്ല. മാലിന്യം തള്ളുന്നത് രാജ്യദ്രോഹ കുറ്റം ആക്കിയതും അങ്ങനെ ചെയ്യുന്നവരെ കണ്ടാൽ അപ്പോൾ തന്നെ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം തന്നതുകൊണ്ടും ഇന്ന് ഈ മണ്ണും പരിസരവും വൃത്തിയായിരിക്കുന്നു. അജൈവ മാലിന്യങ്ങൾ ബഹിരാകാശത്ത് എത്തിച്ച് സംസ്കരിക്കുന്നതിനു വേണ്ടി നമ്മുടെ ഗവൺമെന്റ് ശ്രീ ഇലോൺ മസ്കുമായി സഹകരിച്ച് നടത്തുന്ന റോക്കറ്റ് വിക്ഷേപണ പദ്ധതി ഭൂമിയെ സംബന്ധിച്ച് വളരെ ആശ്വാസം തന്നെയാണ്. പിന്നെ വന്ന മാറ്റങ്ങളിൽ പ്രധാനപ്പെട്ട ചിലത് തമ്പാനൂരിനെ പരിസ്ഥിതി ലോല മേഖലയാക്കിയതും വഞ്ചിയൂരിൽ ഹൈക്കോടതി ബെഞ്ച് സ്ഥാപിച്ചതുമാണ്. ആദ്യകാല സഹപ്രവർത്തകരെക്കുറിച്ച് ഇടയ്ക്കിടെ ഞാൻ അഭിമാനത്തോടെ ഓർമ്മിക്കാറുണ്ട്. രാജ്യം പത്മവിഭൂഷൺ പുരസ്കാരം നൽകി ആദരിച്ച കല്ലുമുരുകണ്ണൻ, വഞ്ചിയൂർ കോടതി പരിസരത്ത് ജോലി ചെയ്തൊടുവിൽ ജില്ലാ ജഡ്ജിയായി പെൻഷൻ പറ്റിയ രാഹുലണ്ണൻ, വോളണ്ടറി റിട്ടയർമെന്റ് വാങ്ങി പിന്നീട് ഡോക്ടറേറ്റ് നേടുകയും നമ്മുടെ തന്നെ നഗരത്തിന്റെ മേയറായി മാറിയ ഡോക്ടർ സണ്ണിയണ്ണൻ, മിസോറാം ഗവർണർ ആയ ശിവകുമാറണ്ണൻ, പുരാതന സന്യാസി ശ്രീ ബോധിധർമ്മനെ ആത്മീയ ഗുരുവായി സ്വീകരിച്ച് ഈജിപ്തിൽ ഗിരിധർമ്മം എന്ന പേരിൽ ആശ്രമം സ്ഥാപിച്ച് പ്രപഞ്ച ഗുരുവായി മാറിയ ഗിരീഷ് അണ്ണൻ, അങ്ങനെ നിരവധി നല്ല ഓർമ്മകൾ. ഇന്ന് എല്ലാറ്റിലും പ്രൊഫഷണലിസം മാത്രമേയുള്ളൂ. ശ്വാസം പോലും യാന്ത്രികത ഫീൽ ചെയ്യുന്നു. പച്ചയായ മനുഷ്യനായി മനസ്സ് നിറഞ്ഞ് ആസ്വദിച്ച അവസാനത്തെ എന്റെ ആഘോഷം അത് 2024 ഞാൻ പണ്ട് ജോലി ചെയ്തിരുന്ന സെക്രട്ടേറിയറ്റ് സർക്കിളിൽ നടന്ന ക്രിസ്മസ് ആഘോഷമായിരുന്നു. ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെ സ്നേഹാതുരമായി തൊട്ടുരിയാടിയ പോലെ മണ്ണിന്റെ ഇളം ചൂടാർന്നൊരു മാറിൽ ഈറനാമൊരിന്തു കിരണം പൂവു ചാർത്തിയ പോലെ കണ്ണി പൂങ്കവിളിൽ തൊട്ട് കടന്നു പോകുവതാരോ, കുളിർ പകർന്നു പോകുവതാരോ, തെന്നലോ തേൻ തുമ്പിയോ. തനിച്ചിരിക്കാൻ ഏറ്റവും അധികം ഇഷ്ടമുള്ള ആളാണ് ഞാൻ. ആൾക്കൂട്ടത്തിന് നടുവിലും ഞാൻ തനിച്ചിരിക്കാറുണ്ട്. അപ്പോൾ ഞാൻ എന്റെ തന്നെ സത്തയിലേക്ക് നോക്കുന്നു, എന്നെ തന്നെ കണ്ടെത്തുന്നു. അങ്ങനെ തനിച്ചിരിക്കുമ്പോൾ എന്നിൽ വസന്തങ്ങൾ സംഭവിക്കുന്നു, വർഷങ്ങൾ പെയ്തു പോകുന്നു, മഴവില്ലുകൾ തെളിഞ്ഞു മായുന്നു, മറ്റാരും അറിയാതെ, മറ്റാരെയും അറിയിക്കാതെ.